ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ സച്ചിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ രവീന്ദ്രൻ സച്ചിയോട് പറയും, സച്ചി നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, നീ എടുത്ത തീരുമാനം കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മളൊരു കൂട്ടുകുടുംബമാണ്, അതിലെല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയുണ്ട്, അതുകൊണ്ട് ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് വേണമായിരുന്നു, അറ്റ്ലീസ്റ്റ് നീ എന്നോടെങ്കിലും ഒന്ന് പറയണമെന്ന്, നീ ചെയ്തതൊരു വലിയ തെറ്റ് തന്നെയാണെന്ന് പറയാണ് സച്ചിയോട് രവീന്ദ്രൻ. അങ്ങനെ അപ്പോൾ സച്ചിക്ക് അപ്പോഴും മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് സച്ചി പറഞ്ഞത് തെറ്റാന്ന് എല്ലാവരും പറയണമെന്ന് സച്ചിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ചന്ദ്രമതി അപ്പോഴും കുറ്റപ്പെടുത്തുന്നു. ചന്ദ്രമതി കുറ്റപ്പെടുത്തുമ്പോൾ രേവതി സച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. രേവതി പറയണു, സച്ചേട്ടനല്ല തെറ്റുകാരൻ, വർഷയുടെ അമ്മയാണ് തെറ്റുകാരി, കാരണം വർഷയുടെ അമ്മ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് AC കൊണ്ടുവന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞതാണല്ലോ ഇവിടെ AC ആവശ്യമില്ലെന്ന്, പിന്നെയും ഇതിൻ്റെ പേരും പറഞ്ഞ് ഇതിങ്ങോട്ട് കൊടുത്തിട്ട് ഈ വീട്ടിലെ പ്രശ്നം ഉണ്ടാക്കാനായിരുന്നു അവരുടെ മനസ്സിലിരിപ്പ്. നിങ്ങൾക്ക് രേവതി സച്ചിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചന്ദ്രമതി രേവതിയോട് പറയണം, നീ അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ സംസാരിക്കുള്ളൂ എന്ന് എനിക്കറിയാം, നീ എപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്തില്ല, അവനെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നിൻ്റെ അഭിപ്രായം കേട്ടിട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി രേവതിയെ ദേഷ്യപ്പെട്ടാണ്. അങ്ങനെ ആ പ്രശ്നം രവീന്ദ്രൻ രേവതിയും ശ്രുതിയും കൂടിയിട്ട് അത് പറഞ്ഞിട്ട് 1-2 മണി വഴക്കാകുമ്പോൾ രവീന്ദ്രൻ ഇടപെട്ടിട്ട് ഇതിൻ്റെ പേരിൽ ഈ വീട്ടിൽ വഴക്ക് വേണ്ട, സച്ചി ചെയ്ത് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് സച്ചിനെ പറഞ്ഞിട്ട് തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ആ ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രേവതി പൂക്കളിൽ എന്തോ മരുന്നടിക്കുന്ന സമയത്ത് സച്ചി വന്നിട്ട് പറയും, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്നൊക്കെ പറയാം. ഇതുവരെ നിങ്ങൾക്കത് മനസ്സിലായില്ലേ, നിങ്ങൾ ചെയ്ത് തന്നെയാണ് തെറ്റ്, കാരണം നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം തിരിച്ചയക്കരുതായിരുന്നു, അത് അച്ഛനോട് ചോദിക്കണമായിരുന്നു, അല്ല ഇത് വർഷയുടെ അമ്മ മനഃപൂർവ്വം അച്ഛനെ നാണം കെടുത്ത. അതെ, അത് നിനക്കറിയായിരുന്നു രേവതി, നീയെങ്കിലും എന്നെ മനസ്സിലാക്കിയില്ല. എനിക്കറിയാം സച്ചേട്ടാ, അത് വർഷയുടെ അമ്മ മനഃപൂർവ്വം വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്, ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കിയാലല്ലേ വർഷയെ ശ്രീകാന്തിനെ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അന്നും താലി പിരിച്ചു ചടങ്ങിനും എന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വർഷേനെയും ശ്രീകാന്തിനെയും അങ്ങോട്ട് വിളിക്കാനാണ് അവർ ശ്രമിച്ചത്. ഇന്നും അത് തന്നെയാണ് ഉണ്ടായത്. അവർ ഈ വീട് 2 ഇതാക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് അവരത് ചെയ്തത്. അതുപോലെ ശ്രുതിയും മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് താലിച്ചെയിൻ പണയം വെച്ചിട്ട് 1.5 ലക്ഷം രൂപ വർഷയുടെ അമ്മയ്ക്ക് കൊടുത്തതിനൊക്കെ രേവതി പറഞ്ഞു, രേവതി നിനക്കത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി സച്ചേട്ടാ, ഇനിയെങ്കിലും സച്ചേട്ടൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അച്ഛനോട് ചോദിച്ചിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയെ സപ്പോർട്ട് ചെയ്ത് സാന്ത്വനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് വർഷയും ശ്രീകാന്തും തമ്മിലുള്ള സംസാരമാണ്. അപ്പോൾ വർഷ പറയുന്നു ശ്രീകാന്തിനോട്, എന്നാലും സച്ചേട്ടൻ മാറാൻ ഒരു ഉദ്ദേശമില്ലല്ലോ, ഞാൻ രേവതി ചേച്ചി ഓർത്തിട്ടാണ് സച്ചേട്ടൻ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ക്ഷമിക്കണത്, സച്ചേട്ടൻ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കാണ് ശ്രീകാന്തിനോട് വർഷ. അപ്പോൾ ശ്രീകാന്ത് പറയണം, സച്ചേട്ടൻ ചെയ്ത് തെറ്റ് തന്നെയാണ്, ശരിയാണ്, പക്ഷെ അതുപോലെ തന്നെ തെറ്റുകാരിയാണ് നിൻ്റെ അമ്മയും പറയുമ്പോൾ അതെന്താ ശ്രീകാന്ത് അങ്ങനെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നിൻ്റെ അമ്മയ്ക്ക് അത് കൊടുത്തയക്കണേട്ടിലും പിന്നെ നിന്നോടൊരു വിളിച്ചൊരു വാക്ക് ചോദിക്കാമെന്ന്, നിന്നോട് ആരോടും ചോദിക്കാതെയല്ല അവരത് കൊടുത്തയച്ചു, അപ്പോൾ അവരും തെറ്റുകാരി തന്നെയല്ല, അവരുടെ ഭാഗത്തും തെറ്റില്ലെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ വർഷ പറയണത് ശരിയാണ് ശ്രീകാന്ത് പറഞ്ഞത്, എന്നിട്ട് എന്താ ശ്രീകാന്ത് ഈ കാര്യം നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുന്നത് ചോദിക്കുകയാണ്. അത് ഞാൻ ആ കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി പോവില്ല, എനിക്ക് നിന്നെ അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കി കാണാൻ തീരെ താല്പര്യമില്ല, നമ്മൾ തമ്മിൽ അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊരു വശം, പക്ഷെ നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല പറഞ്ഞിട്ട് ശ്രീകാന്ത് വർഷയെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വർഷ പറയാണ്, ഞാൻ കണ്ടിട്ടുള്ള പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ അവരുടെ കുടുംബത്തിലെ മാത്രം താങ്ങിയിട്ട് പെൺകുട്ടീനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭർത്താക്കന്മാരായിട്ടാണ് കണ്ടേക്കുന്നത്, പക്ഷെ നീ അങ്ങനെയല്ല, നീ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്, നീ ഏത് കാര്യത്തിൽ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി, ഞാനതിൽ അഭിമാനിക്കുക. പറയുമ്പോൾ ശ്രീകാന്ത് പറയും, വീട്ടുകാരെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നല്ലേ നീ, അപ്പം നിന്നെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കല്ലേ വർഷയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവരുടെ ടോപ്പിക്കും അവിടെ അവസാനിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ചന്ദ്രമതി രവീന്ദ്രനും നമ്മളെ സംസാരമാണ്. ചന്ദ്രമതി രവീന്ദ്രനോട് സംസാരിക്കുമ്പോൾ പറയും, ഈ വക പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് സച്ചി രേവതിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സച്ചിനെ രേവതിനെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞത് പറയാണ് ചന്ദ്രമതി രവീന്ദ്രനോട്. നിൻ്റെ ഒരു ഉദ്ദേശം മാത്രം നടക്കില്ല പറയാണ്, അത് നമുക്കിതിൽ ഒന്നേ ചെയ്യാമല്ലോ, ശ്രുതിക്ക് എത്രയും പെട്ടെന്ന് ഒരു താലിമാല എടുത്തു കൊടുക്കണം എന്ന് പറയാണ് ചന്ദ്രമതി രവീന്ദ്രനോട്. എന്തിന്, അതിൻ്റെ ആവശ്യം എന്താ, അവളുടെ ഭർത്താവ് ബിസിനസ്സുകാരനല്ല, അയാൾക്ക് ലാഭം കിട്ടുമ്പോൾ അവൻ എടുത്തു കൊടുക്കട്ടെ എന്ന് പറയാണ് രവീന്ദ്രൻ. അപ്പോൾ ചന്ദ്രമതി പറയണം, എന്താ രവിയേട്ടൻ നിങ്ങളങ്ങനെ പറഞ്ഞു, ഇതിലൊരു തീരുമാനത്തിലും മാറ്റില്ല, സച്ചി ചെയ്ത് തെറ്റ് തന്നെ, അത് ഞാൻ അവനോട് പറഞ്ഞിട്ട് ടോപ്പിക്ക് അവിടെ അവസാനിച്ചതാണ്, ഇനി നീ അതെടുത്ത് ഇതാക്കണ്ട, അതിൻ്റെ പേരിൽ സച്ചിനെ രേവതിനെ ഇവിടുന്ന് ഇറക്കി വിടാമെന്ന് നീ വിചാരിക്കും വേണ്ട, പിന്നെ ശ്രുതിക്ക് താലിമാല വേണമെന്നുണ്ടെങ്കിൽ അത് അവളുടെ ഭർത്താവ് വാങ്ങിക്കൊടുക്കും, ഞാനല്ല മേടിച്ചു കൊടുക്കേണ്ട വേണ്ടി രവീന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. അതും കഴിഞ്ഞു. പിന്നെ
അതും കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ചന്ദ്രമതി ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രുതി ഇത് എവിടേക്ക് ആക്കുമ്പോൾ ഞാൻ പുറത്തേക്ക് പോയി. ആൻറ്റി പറയും ഇങ്ങനെയാണ് പോകുന്നത്. എന്താ ആൻറ്റി ഡ്രസ്സിന് വല്ല കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷെ നീ താലിച്ചെയിൻ ഇല്ലാതെ മഞ്ഞച്ചരട്ടിൽ താലി കോർത്തിട്ടല്ലേ നീ നടക്കണമെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ആൻറ്റി, ഞാൻ എന്താ ചെയ്യുക, വേറെ നിർവാഹമൊന്നും ഇല്ലല്ലോ പറയാണ്. അച്ഛൻ വരുമ്പോൾ നിൻ്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരുമ്പോൾ ഇത് കണ്ട എന്താ വിചാരിക്കുക, അതിന് അച്ഛൻ വരില്ലേ ആൻറ്റി പറയണം. അപ്പോൾ അതെന്താ ചോദിക്കുമ്പോൾ ശ്രുതി നിന്നിട്ട് പറയും അല്ല അച്ഛൻ ജയിലിലല്ലേ ആൻറ്റി, അതുകൊണ്ട് അച്ഛൻ എങ്ങനെ വരിക എന്ന് പറഞ്ഞതാന്ന് പറയാണ്. അപ്പോൾ നീ ഒരു കാര്യം, ഞാൻ ബാമോട് പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കട്ടെ, ബാമയുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയിട്ട് ആ താലിശ്ശേരി പണം വെച്ചത് ഇപ്പം തന്നെ എടുക്കാമെന്ന് പറയാണ്. ഇതിനൊക്കെ കാരണം അവളാ നശിച്ചവളാ, ആ ദാരിദ്ര്യം പിടിച്ചവളാ ഇതിനൊക്കെ കാരണം, അവൾ ഒറ്റയൊരുത്തിയാണ് ഇതിനൊക്കെ കാരണം. രേവതീനെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റം പറയുന്ന സമയത്ത് നശിച്ച് ദാരിദ്ര്യം പിടിച്ചവള ഇതിനൊക്കെ കാരണം എന്ന് പറയുമ്പോൾ വർഷം അത് കേട്ടിക്കണം. വർഷം ചോദിക്കുക ആൻറ്റി ആരെ പറ്റിയിട്ട് സംസാരിക്കുന്നത്, രേവതി ചേച്ചിയെ പറ്റിയല്ല, രേവതി ചേച്ചിയെ പറ്റി ആൻറ്റിക്ക് ഇപ്പോൾ ഇത് പറയേണ്ട ആവശ്യമുണ്ട്, ഒരു കാര്യം അറിയാത്ത രേവതി ചേച്ചിയുടെ മേത്തേക്ക് എന്തിനാ എല്ലാ കുറ്റം കൊടുത്തുന്നത്, എന്ത് പറഞ്ഞാലും ലാസ്റ്റ് ആൻറ്റി രേവതി ചേച്ചിയെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കില്ല, എന്താ അതിൻ്റെ ആവശ്യം എന്നൊക്കെ ചോദിച്ചിട്ട് വർഷ രേവതിക്ക് വേണ്ടിയിട്ട് ചന്ദ്രമതിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പനീർപ്പൂ അവസാനിക്കുന്നത്. അപ്പം ബാക്കി നാളത്തെ കഥയുമായി നാളെ വരെ. അപ്പം എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഓക്കെ, താങ്ക് യു. കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.